ആ SIT അല്ലല്ലോ ഇത്. അത് ഹൈക്കോടതി വെച്ച SIT അല്ലേ. അത് ഇതും തമ്മിൽ വല്ല ചോദ്യത്തിന് അത് ഹൈക്കോടതി വെച്ച SIT ആണ്. ഇത് ഗവൺമെന്റ് ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനിച്ച് നടപടിയെടുത്ത് അവിടെ വച്ചിരിക്കുന്നതാണ്. അതിന്റെ റിപ്പോർട്ട് കിട്ടട്ടെ. അങ്ങ് പറഞ്ഞ ചോദ്യവും ഈ സംഭവമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യവും ഈ സംഭവമായിട്ട് അല്ല പ്ലീസ് ഞാൻ പറയട്ടെ, വല്ല ബന്ധമുണ്ടോ? വേറെ ആളെ ചോദിക്കും. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, ദേശാമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നും കൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയല്ലേ ചോദിച്ചത്? അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്? വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്. ദേശാമാനിയിൽ വന്ന വാർത്ത MSc വരും വിദേശ നിക്ഷേപവുമായി LDF സർക്കാരിന്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്ന ഇടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരും ഈ MSCയുടെ നിക്ഷേപം പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എന്താ പുനഃസംഘടന? അല്ല, ഇപ്പൊ പുനഃസംഘടന ഞാൻ അറിഞ്ഞില്ലടാ. ഏത് റിപ്പോർട്ട് എവിടെ വൈ നിങ്ങൾ തീരുമാനിച്ച പോരാ? ഇല്ല, ഇത്രയും മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒക്കെ കൊടുത്ത വാർത്തയിലെ അബദ്ധം നിങ്ങൾക്ക് മനസ്സിലായി? അല്ലല്ല, അബദ്ധമാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. പറഞ്ഞല്ലോ, എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നിങ്ങളാണല്ലോ ഈ വാർത്ത ഉണ്ടാക്കിയത്. അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തും എന്നും പറഞ്ഞല്ല. നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങളിപ്പോ അത് വഴിയിലായി. ആ ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമം നിങ്ങളല്ല നടപടി എടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടി, ഗവൺമെന്റാണ്. ഗവൺമെന്റ് അതിനൊരു ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അത് അപ്പ അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. നിക്ക് എല്ലാവരും ചോദിക്കില്ല. നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതി, ഞങ്ങൾ പറയും. നിങ്ങൾ അപ്പം അറിഞ്ഞാൽ മതി എന്താണ് ഇതിന്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണെന്നും തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. കൈരളിൽ നിന്ന് വന്ന നിർഭനായ LDF യോഗം ചേരാത്തതിനെ പറ്റി ഒരു പരാതിയില്ല. UDF ഞങ്ങൾ കുറെ ആദ്യം നടപടി ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. UDF എപ്പോ യോഗം തീരുമാനിക്കും? അതൊക്കെ വരുമെന്നേ. അതൊക്കെ സമയത്ത് വരും. അതൊന്നും മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ മുന്നണിയും പാർട്ടിയൊക്കെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതെല്ലാം മനസ്സിലായി. ഇനി വേറൊരു പഴയ മന്ത്രി പറയുന്നത് ഞാൻ കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഹിന്ദു ഐക്യവേദിയുടെ എന്നെ കാണണം എന്നാവും. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവർ എന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെന്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ, അധ്യാപക സംഘടന CPMന്റെ KSCയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിന്റെയോ UDFന്റെ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന്. അദ്ദേഹത്തിനോട് എന്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടു. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ 100 കണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്നു. അവർ നേരത്തെ പറഞ്ഞു, അവര് വന്ന നിവേദനം അവർ തന്നു. അവരുമായി ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത അല്ലെ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. അതൊക്കെ പരിശോധിക്കും. തെറ്റായ വാർത്ത. ഞാൻ അദ്ദേഹം എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിന്റെ തയ്യാറ സമയത്ത് ഞാൻ മാറി നിൽക്കുക. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെ കോടിയലായിട്ട് സംസാരിച്ചു. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ലല്ലോ, ഫുൾ ടൈം ഞാൻ നിൽക്കുകയാണ്. പക്ഷെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാർത്ത, എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞാണോ പറഞ്ഞില്ല എന്നറിയില്ല, ഒരു യോഗത്തിൽ ഞാനിങ്ങനെ എത്തില്ല എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല, വാർത്ത വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോ ഇത് നിങ്ങൾ കേട്ടു, തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം എന്നെ കാണണം. അദ്ദേഹം എന്റെ ആലുവയിലുള്ള വസതിയിൽ ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വന്ന് അദ്ദേഹം അതിനും വന്ന് എന്താ ഞാൻ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പാടില്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. ആര് വന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന്, അദ്ദേഹം MLA കൂടിയല്ല, അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ കുറെ കാര്യം എന്റെ അടുത്ത് കൊണ്ടു തന്നു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ കാണണ്ടേ?
ജനപ്രതിനിധികളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും സംഘടനയുടെ ആളുകളായിട്ടും എത്രയോ സാമുദായിക സംഘടനകൾ, എത്രയോ ബിഷപ്പ്മാരാണ് ഇവിടെ വരുന്നത്, സമസ്തയുടെ നേതാക്കന്മാർ കഴിഞ്ഞു. അവർക്കൊക്കെ അവരുടേതായ മേഖലകളിലെ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. അതുണ്ടാവും സ്വാഭാവികമായിട്ട്. അതിനെന്താ? ഹലോ, ദീസ് ലീഡേഴ്സ് വെർ ഔട്ട് ഓഫ് സ്റ്റേഷൻ, they couldn't come there. We have implemented all our programs there. Today in the cabinet, I appreciated Revenue Minister Anil Kumar and Agri for the work they have done. നമുക്കറിയാലോ, സാധാരണ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായ ബോഡി പോലും കഴിയുമ്പോൾ തെരച്ചിൽ കഴിഞ്ഞത് 8 പേരുടെ അവരുടെ ബന്ധുക്കൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അവരിവിടെ അവരെ പ്രത്യേകമായി ഞാൻ അവര് ബോഡി തിരിച്ചു കൊണ്ടുപോകാനുള്ള വിധാനങ്ങൾ ഭംഗിയായിട്ട് അവിടുത്തെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ഭംഗിയായിട്ട്, അപകട മേഖലയിൽ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്ത് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകൾ കമ്പനിയുമായി, കൊങ്കൺ റെയിൽവേയുമായും അവരുടെ സബ് കോൺട്രാക്ടറായ ദിലീപ് കോൺ കമ്പനിയുമായി നമ്മുടെ മന്ത്രിമാര് ചർച്ച ചെയ്ത് ഗവൺമെന്റ് കൊടുത്ത നഷ്ടപരിഹാരം കൂടാതെ അതിനേക്കാൾ കൂടിയ നഷ്ടപരിഹാരം കമ്പനിയെ കൊണ്ട് അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള തുകകൾ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അവരുടെ ബോഡി എംബാം ചെയ്ത് കൊച്ചിയിലെ പ്രത്യേക വിമാനത്തിൽ അവരുടെ നാട്ടിൽ മുഴുവൻ നടപടിക്രമങ്ങൾ വളരെ ഭംഗിയായി ഗവൺമെന്റ് 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണ ആളുകൾ ഒരുമിച്ച് നിന്ന് ആറന്മുള വിമാനത്താവളത്തെ കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലും. How can he say that when I am going for Mookambika temple, it is my personal right? I have a constitutional right to live in the God. How can he say that that is soft Hindutva? I have been going to Mookambika for the last 37 years from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I'm very happy to say that for the last 37 years I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്നു മോശം. ഇവരെ ഏത് ലോകത്തേക്കാ പോകണ? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ല. ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാൻ ഒരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇവരെ ഒന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കാണ്. നമ്മളെ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്, നടപടിക്രമം എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുക. സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന തീരുമാനവും ഗവൺമെന്റ് എടുക്കുക. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല കാര്യം. കാരണം ഇതിനകത്ത് 2 ആസ്പെക്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്ട്, അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. നടപടിക്രമം അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി ഇവര് വലിയ ഡീലാണ് മറ്റാണ് പറയുകയാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അറിയാമോ? ഇവര് ചെയ്ത പരിപാടി അറിയാം. 2019 കരാർ കൺസെഷൻ തീർന്നില്ലെങ്കിൽ 2024 ഇവര് കൺസെഷൻ എഗ്രിമെന്റിൽ അമെന്റ്മെന്റ് 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45 ആയി. ഈ കൺസെഷൻ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ഉണ്ടായി. ഇവര് വൈകിയാൽ ഒരു ദിവസം ഇവര് 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയ അവര് കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്. കൊടുക്കേണ്ട തുക 219 കോടിയാണ്. പൈസ ഇതെല്ലാം ഒഴിവാക്കി, 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി. അതെന്ത് ഡീലായിരുന്നത്? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെന്റിന് നഷ്ടപരിഹാരം, ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്റ്. 19 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ 219 കോടി രൂപ കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം കോവിഡ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയണേ. ഇവര് ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക്. ന്യായീകരിക്കൽ. 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു. 150 കോടി ആക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിന്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം. 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും അവർ തന്നില്ല. അതും ആൾക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ആരാണ് ഡീല്? ഇപ്പൊ ഇവരെ ഡീലിനെ കുറിച്ച് പറയട്ടെ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെന്റിൽ ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ? വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കും. ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതിലൂടെ അവിടെ ചോദിച്ചത് എന്ത് തീരുമാനം എടുക്കും? തീരുമാനം എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന് ഏതാണ്
ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം TIL അല്ല, അതെല്ലാം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയല്ല. എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തന്ത്രപ്രധാനമായ കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളും പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആണ് അത് പരിശോധിക്കുന്നത്. നമ്മൾ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് കൺസെഷൻ എഗ്രിമെന്റ് വായിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചത്. അല്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എന്താ എത്ര ചോദ്യം ചോദിച്ചു? എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും, ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെന്റിലുണ്ട്. 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ നമ്മുടെ കൺസെഷൻ എഗ്രിമെന്റിൽ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിന്റെ താല്പര്യം വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ ഇതിന് അനുമതി കൊടുത്താൽ ഒന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും എടുക്കാൻ പോണെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിന്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായേ? നിങ്ങൾ റിപ്പോർട്ടർമാരോ മാധ്യമങ്ങളോ ഇക്കാര്യത്തിൽ എല്ലാ തീരുമാനം ഞങ്ങളല്ലേ തീരുമാനം, ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്. അതൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവാണെന്നൊന്നും നിങ്ങൾ പറയല്ല. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾ ഇല്ല. അതൊക്കെ അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MD മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ? വിഴിഞ്ഞത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? ഇപ്പൊ എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പൊ മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ ടേൺ എന്ന് പറഞ്ഞില്ല. ഇങ്ങനെ നോക്കാം, നമുക്കത് പരിശോധിക്കാം, നോക്കാം, അത് നമ്മൾ നോക്കാം, നമുക്ക് ആലോചിക്കാം. സർക്കാരിനെ കൊണ്ട് സാധ്യമായതെല്ലാം അത്തരം കാര്യങ്ങളിൽ ഉറപ്പാടിച്ചു. സംഘടനാപരമായ തീരുമാനമല്ല. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞു ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറഞ്ഞു. അതിന്റെ ഞങ്ങൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കും. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ്. അല്ലല്ല അതുപോലെ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല, അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കി. അത് ചോദിക്കൂലല്ലോ, ആകെ ചോദിക്കാമല്ലോ. അല്ല, അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ, അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ. ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഞാൻ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനാണ് ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാൻ അതിലൊന്നും വീഴില്ല. അത്ര ചോദ്യം